ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേനയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ചേന കൊണ്ടുള്ള തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പുതിയതായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഒരു 300 ഗ്രാം ചേനയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ ഗ്യാസ് ഓണാക്കി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചേന ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത് വെന്ത് വരാൻ. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെന്ത് വരാൻ ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. 15 മിനിറ്റ് എടുത്തിട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട്. ഞാനിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒതുക്കിയെടുക്കാം. അതിനായി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, ഇത്രയുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതാ തേങ്ങയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ച് ചേനയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ തേങ്ങ അടിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേങ്ങ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കണം. ഇത് ഉണ്ടാക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ നല്ല പോലെ വറ്റി നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ചേനയിലെ വെള്ളമൊക്കെ കുറഞ്ഞ രീതിയിൽ വറ്റി വരുന്നിട്ടുണ്ട്. ഇത് ഇത്ര പോരാ കേട്ടോ, കുറച്ചുകൂടെ ടൈം ഒന്ന് വേവിച്ചെടുക്കാം. ഇതുണ്ടാക്കിയ സമയത്തില്ലേ എനിക്ക് കൂട്ടുകറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ തോന്നിയത്. ഈ തോരൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയണം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതാ ചേനയിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്, ഡ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഇത്രയും മതി കേട്ടോ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ടൈറ്റായി വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വറവിട്ടെടുക്കണം. വറവിടാനായിട്ട് ഞാൻ ഈ പാത്രം ഇതിൽ മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചെറിയ പാത്രത്തിൽ നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അതിനായി ഞാനിതാ ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തണുപ്പ് കാരണം വെളിച്ചെണ്ണ ഒക്കെ കട്ടി പിടിച്ചതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ചേനയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്യാം. കൂട്ടുകറി ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ഡിഷാണ് കേട്ടോ ഇത്. വെജിറ്റേറിയൻസിനൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടാവുന്ന ഒരു ഐറ്റമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു ഐറ്റമല്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇനി എല്ലാവർക്കും ബായ്.